നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിയിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. കോഴിക്കോട് സ്വദേശി 25 വയസ്സുള്ള സിദ്ധാർത്ഥിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തിന് സമീപം ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഡ്യൂക്ക് ബൈക്കും എതിരെ വന്നിരുന്ന ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സിദ്ധാർത്ഥിനെ KPSTA ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയങ്ങളാകും. ആദ്യഘട്ടത്തിൽ 3 വിദ്യാലയങ്ങൾ പദ്ധതിക്കായി 2.44 ലക്ഷം രൂപ അനുവദിച്ചതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ ML പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 3 വിദ്യാലയങ്ങളാണ് പദ്ധതിക്ക് കീഴിൽ വരിക. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വെളിയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2,44,000 രൂപ വീതം സ്കൂളുകൾക്കായി അനുവദിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവരുമായി കൂടിയാലോചനയിലൂടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മോഹസിൻ MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേരളം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ സാധാരണ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കുക എന്നതാണ് ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളെ തരംതിരിച്ച് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭിന്നശേഷി വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ എത്തിക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷി സമൂഹത്തെ പോസിറ്റീവ് മനോഭാവത്തിൽ കാണുവാനും അവസരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആത്മവിശ്വാസവും ഭാവി ശുഭപ്രതീക്ഷയും ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിലും മുഴുവൻ വിദ്യാലയങ്ങളെയും ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയങ്ങളാക്കി മാറ്റുവാൻ ലക്ഷ്യമിടുന്നതെന്നും MLA സൂചിപ്പിച്ചു. തൃത്താല പ്രീമിയർ ലീഗ് സീസൺ 2 ക്രിക്കറ്റ് ലീഗ് 2025 ജനുവരി 25-26 തീയതികളിലായി തൃത്താല മുടുവന്നൂർ IES സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശനം നടന്നു. തൃത്താല പഞ്ചായത്തിലെ വിവിധ ക്രിക്കറ്റ് ടീമുകളെ ഉൾപ്പെടുത്തി തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ സഹകരണത്തോടെയാണ് ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വേണ്ട ലഹരിയുടെ ഹരം, വേണം ക്രിക്കറ്റ് എന്ന ഹരം എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന ടൂർണമെന്റിന് പഞ്ചായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് നേതൃത്വം നൽകുന്നത്. ലോഗോ പ്രകാശന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S സുരേഷ്, വിമുക്തി കോർഡിനേറ്റർ VP മഹേഷ്, ജയരാജൻ E, അഹമ്മദ് സുധീർ, നിഖിൽ K, അനീഷ്, ആരതി അനുരാജ്, TPL ഭാരവാഹികളായ രാകേഷ്, അശോകൻ എന്നിവർ പങ്കെടുത്തു. മണ്ഡലകാലം തുടങ്ങിയതോടെ പട്ടാമ്പി പെരുമ്പിലാവ് പാതയിൽ വാഹന തിരക്കേറി. സാധാരണ യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് പുറമെ 100 കണക്കിന് അയ്യപ്പ വാഹനങ്ങളുമാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. ഇതോടെ മേഖലയിൽ അപകട സാധ്യതയും വർദ്ധിക്കുകയാണ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ വാഹനങ്ങളടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നതെങ്കിലും യാത്രക്കാർക്ക് യാതൊരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല. കുത്തനെയുള്ള ഇറക്കങ്ങൾ, വീതി കുറഞ്ഞയിടങ്ങൾ, തകർന്നു കിടക്കുന്ന റോഡ് ഇവയൊക്കെ താണ്ടി വേണം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ. അപകട മേഖലകളിലടക്കം മുന്നറിയിപ്പ് ബോർഡുകളുണ്ടെങ്കിലും അവ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ്. പാതയുടെ തുടക്കത്തിൽ കുപ്പിക്കഴുത്തായി പട്ടാമ്പി പാലമുണ്ട്. പട്ടാമ്പി പാലത്തിന് മുൻപായി വിവിധ ഭാഷകളിൽ ദിശാബോർഡുകൾ സ്ഥാപിക്കേണ്ടതും ആവശ്യമാണ്. മുമ്പ് സ്ഥാപിച്ച പല ബോർഡുകളും കാടുമൂടി മറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാർ വഴിതെറ്റി പള്ളിപ്പുറം റോഡിലേക്ക് പോകുന്നതും പതിവാണ്. പട്ടാമ്പി പാലം കഴിഞ്ഞാൽ ഞാങ്ങാട്ടിരി ഇറക്കം, കൂട്ടുപാത ജംഗ്ഷൻ, കൂറ്റനാട്, ചാലിശ്ശേരി തുടങ്ങിയിടങ്ങളിലെല്ലാം സ്ഥിരം അപകട മേഖലകളാണ്. പട്ടാമ്പി പാലം മുതൽ ഞാങ്ങാട്ടിരി കടവ് റോഡ് വരെ വീതിയുള്ള റോഡാണെങ്കിലും പിന്നീട് കൂറ്റനാട് ആമക്കാവ് റോഡ് വരെ വീതി തീരെയില്ല. 2 വലിയ വാഹനങ്ങൾ വന്നാൽ ഗതാഗതം കുരുങ്ങും. കുത്തനെയുള്ള ഇറക്കം, വീതി കുറഞ്ഞ റോഡ്, വലിയ വളവ് എന്നിവിടങ്ങളിൽ തിരിച്ചറിയാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടതും നിലവിലുള്ളത് വൃത്തിയാക്കേണ്ടതും അപകട മേഖലകളിൽ റിഫ്ലക്ടർ സംവിധാനങ്ങളടക്കം സ്ഥാപിക്കേണ്ടതും അനിവാര്യമാണെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ് തൃത്താല. ചങ്ങരംകുളം ചിയ്യാനൂർ പാടത്ത് വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഒരാഴ്ച മുമ്പ് കപ്പൂർ കൊഴിക്കരയിൽ നിന്നും കാണാതായ 48 വയസ്സുള്ള പൂവത്തുപറമ്പിൽ കരീമിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് മീൻ പിടിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. അഴുകിയ നിലയിൽ ആയതിനാൽ തിരിച്ചറിഞ്ഞിരുന്നില്ല. തുടർന്ന് ബന്ധുക്കളെത്തി തിരിച്ചറിയുകയായിരുന്നു. മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തയിലേക്ക്. ഓങ്ങല്ലൂരിൽ ജീവിതശൈലി രോഗനിർണയവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. നാരായണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂരിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് പി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ഈ സഹകരണ മേഖല കേരളത്തിലെ എല്ലാ മേഖലയിലേക്കും വ്യാപിച്ചത്. സാധാരണ ഒരു ബാങ്ക് ഇടപാട് നടത്തുക എന്നതിന് പുറമെ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ളൊരു മേഖലയിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനം കടന്നിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇവിടെ മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ ലാബും അതുപോലുള്ള സൗകര്യങ്ങൾ, ആശുപത്രികൾ വരെ നമ്മുടെ നാട്ടിൽ സഹകരണ പ്രസ്ഥാനം ഇത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, അവിടെയൊക്കെ താരതമ്യേന ചെലവ് കുറവാണ്. സാധാരണക്കാർക്ക് എത്തിച്ചേരാവുന്ന സ്ഥാപനങ്ങളായിട്ട് അത് വളർന്നിട്ടുണ്ട്. ഡയറക്ടർ സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 71ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. ഓങ്ങല്ലൂർ KT രാവുണ്ണിമേനോൻ സ്മാരക വായനശാലയിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. ബാങ്ക് നീതി ക്ലിനിക്കിലെ ഡോക്ടർ മുഹമ്മദ് അനസ് അബ്ദുൽ ജബ്ബാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സെക്രട്ടറി KB മനു, ഡയറക്ടർ അനിൽ, വായനശാല പ്രസിഡന്റ് M നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ പ്രാർത്ഥന നടത്തി. തുടർന്ന് ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗവും എറണാകുളം കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ PK ജിജു ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. പുലിക്കോട്ടിൽ പരേതനായ PK കുഞ്ഞൻ, ലില്ലി കുഞ്ഞൻ എന്നിവരുടെ സ്മരണയ്ക്കായാണ് ദീപാലങ്കാരം സമർപ്പിച്ചത്. സന്ധ്യാ നമസ്കാരത്തിന് വികാരി നേതൃത്വം നൽകി. പെരുമ്പിലാവ് മുല്ലപ്പള്ളിക്കുന്നിൽ മണ്ണ് കടത്താനായി പരിസരവാസികളുടെ അതിരുകൾ നശിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാതയുടെ മറവിൽ മുല്ലപ്പള്ളി കുന്നിടിച്ച് മണ്ണ് കടത്താനായി അനധികൃതമായി എത്തിയ ടോറസ് ലോറികൾ കടന്നുപോകുവാൻ ഇടമില്ലാതായതോടെ പരിസരവാസികളുടെ അതിരുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കുറ്റികൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ലോറി ഉടമകൾ അതിർത്തിയിലെ മൺതിട്ടകൾ ലോറി കയറ്റി പൊളിക്കുകയും ചെയ്തെന്ന് കാണിച്ച് നാട്ടുകാരും കുന്ന് സംരക്ഷണ സമിതിയും നൽകിയ കേസിന്മേലാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് റോഡിലൂടെ പരിസരവാസികളുടെ അതിർത്തി പൊളിച്ചെത്തിയ മണ്ണ് മാഫിയകളുടെ വാഹനങ്ങൾ നാട്ടുകാരും കുന്ന് സംരക്ഷണ സമരസമിതിയും ചേർന്ന് തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു. രേഖകൾ പരിശോധിച്ച് മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് നാട്ടുകാരെ അറിയിച്ചു. എന്നാൽ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിനായി ജിയോളജി വകുപ്പ് നൽകിയ പാസ് പ്രകാരം മണ്ണ് കടത്തിക്കൊണ്ടുപോകേണ്ട വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനായുള്ള റോഡ് കുന്നിന്റെ കിഴക്ക് ഭാഗത്തുള്ള ടാർ റോഡാണെന്നാണ് കുന്ന് സംരക്ഷണ സമരസമിതിയും നാട്ടുകാരും പറയുന്നത്. മുല്ലപ്പള്ളിക്കുന്നിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടെ നാട്ടുകാരും കുന്നു സംരക്ഷണ സമിതിയുടെ നേതാക്കളും തടിച്ചുകൂടിയിരുന്നു. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന SG സുരേഷിനെ ഓങ്ങല്ലൂരിൽ അനുസ്മരിച്ചു. പ്രൊഫസർ M നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച SG സുരേഷിന്റെ 11ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ EMS സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അത് പണ്ടത്തെ കാലത്ത് നമുക്ക് പറഞ്ഞില്ല, റെസിഡ്യൂവാണ്, പഴയ കാലത്തിന്റെ അവശിഷ്ടമാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ ജീവിതത്തിലെ മുഖ്യ സന്ദർഭങ്ങളിലൊന്നും പണക്കാരും പാവപ്പെട്ടവരും ഇവിടെയല്ല ഒരു ജാതി ആയതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നില്ല. അതേപോലെ തന്നെ രണ്ട് ജാതി ആയതുകൊണ്ട് പാവപ്പെട്ടവരും ഇത്തരം വിവിധ സന്ദർഭങ്ങളിൽ എന്തല്ല രണ്ടിച്ചു നിൽക്കും. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പാവങ്ങളും പണക്കാരും അടങ്ങുന്ന ഒരു സംയുക്തമാണ് ജാതിയിലുണ്ട്. ഇപ്പം ജാതി ബോധം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പം ഇന്നലെ ഞാൻ ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനം ഈ മഹാരാഷ്ട്രയിൽ മറാത്ത എന്ന് ഓങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി AM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ശങ്കരൻകുട്ടി, TV ഗിരീഷ്, PV രതീഷ്, AM നീരജ്, വാടനാംകുറിശി ലോക്കൽ സെക്രട്ടറി PP വിജയൻ, VC ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.